വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ അറസ്റ്റിൽ കേൾക്കുമ്പോൾ വലിയ ഞെട്ടലുണ്ടാക്കും. കാരണം വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു അദ്ദേഹം. കാരണം ഇത്രയധികം പേർ മറ്റെല്ലാവരും തന്നെ മരിച്ച ആ വിമാനാപകടത്തിൽ, അതായത് മൃതദേഹങ്ങൾ പോലും തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞു പോയ ആ വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ട വിശ്വാസ് കുമാറാണ്. എന്തുകൊണ്ടായിരിക്കണം ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള ഒരു ആകാംക്ഷ എല്ലാവരിലും നിലനിൽക്കുന്നുണ്ട്. വലിയ തീഗോളത്തിനരികിലൂടെ കൂളായി നടന്നു വരുന്ന വിശ്വാസ് കുമാറിൻ്റെ ആ ദൃശ്യങ്ങൾ നമ്മളാരും മറക്കില്ല. ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലൊരു കുറിപ്പ് വന്നിരിക്കുന്നു. അദ്ദേഹം അറസ്റ്റിലായെന്നുള്ളത്. ഈ പോസ്റ്റിൽ വലിയ അമ്പരപ്പ് എല്ലാവരും സൃഷ്ടിച്ചിരിക്കുന്നു. എന്താണ് ഇയാളുടെ അറസ്റ്റിന് പിന്നിൽ, അല്ലെങ്കിൽ നിമിഷ നേരം കൊണ്ട് ഇങ്ങനെയൊരു അറസ്റ്റ് വരാനുള്ള കാര്യം എന്താണ്? കാരണം പ്രധാനമന്ത്രി അടക്കം അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. പ്രധാനമന്ത്രി ആശുപത്രിയിലെത്തി അദ്ദേഹത്തോട് സന്ദർശിച്ചു, കാര്യങ്ങൾ ആരാഞ്ഞിരുന്നു. ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തം കണ്ടതിൻ്റെ ഞെട്ടലിലാണ് രാജ്യം. ഏറ്റവും വലിയ വിമാന ദുരന്തത്തിൽ രണ്ടാമത്തേതെന്ന് ചരിത്രം രേഖപ്പെടുത്തിയ അതിൻ്റെ ഞെട്ടലിൽ നിന്നാരും മുക്തരായിട്ടില്ല. ഇന്നും ആ നടുക്കത്തിൽ നിന്ന് മുക്തരാകാതെയാണ് ജനങ്ങൾ കഴിയുന്നത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് മേഘാനി നഗറിനടുത്തുള്ള ജനവാസ മേഖലയിൽ തകർന്നു വീണത്. ദുരന്തത്തിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ മൃതദേഹങ്ങൾ പോലും ലഭിക്കാത്ത വിധത്തിൽ കത്തിക്കരിഞ്ഞു പോയി. ഒരു മലയാളി നേഴ്സ് രഞ്ജിത ഇതിൽ മരണമടഞ്ഞിരുന്നു. അവരുടെ പോലും മൃതദേഹം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതോടെ ലോകം ചർച്ച ചെയ്യപ്പെട്ടത് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശ് എന്ന വ്യക്തിയെക്കുറിച്ചായിരുന്നു. തീഗോളമായി മാറിയ ആ വിമാനത്തിന് മുന്നിലൂടെ കൂളായി നടന്നു വരുന്ന വിശ്വാസ് കുമാറിൻ്റെ ചിത്രം എല്ലാവരും കണ്ടതാണ്. അത് സോഷ്യൽ മീഡിയയിലടക്കം വൈറലായതാണ്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ തെളിഞ്ഞ മറ്റൊരു പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ രക്ഷപ്പെട്ട ഏക വ്യക്തിയായിരുന്നു വിശ്വാസ് കുമാർ രമേശ്. എന്നാൽ വിശ്വാസ് കുമാർ അറസ്റ്റിലായി എന്ന അവകാശവാദവുമായി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വൈറലായിരിക്കുകയാണ്. പോസ്റ്റ് വൈറലായതോടെ നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ വീഡിയോ പങ്കുവയ്ക്കുകയും അഹമ്മദാബാദ് വിമാനാപകടത്തിൽ പങ്കുണ്ടെന്ന് സംശയിച്ച് വിശ്വാസ് കുമാർ രമേശിനെ അറസ്റ്റ് ചെയ്തതായി അവകാശപ്പെടുകയും ചെയ്തു. അപകടം നടന്ന് 48 മണിക്കൂറിനുള്ളിൽ തന്നെ ബ്രിട്ടീഷ് പൗരനായ വിശ്വാസിനെ അറസ്റ്റ് ചെയ്തതായാണ് വീഡിയോയിൽ പറയുന്നത്. എന്നാൽ ഇതുവരെ വിശ്വാസ് കുമാർ രമേശിനെ അറസ്റ്റ് ചെയ്യുകയോ തടങ്കലിൽ വയ്ക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊരു തെറ്റിദ്ധാരണാജനകമായ ഒരു പോസ്റ്റായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. അറസ്റ്റ് ചെയ്തു എന്ന് അവകാശപ്പെടുന്ന വ്യാജ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഇതൊരു വ്യാജ വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ഷെയറുകൾ പോവുകയായിരുന്നു. ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും വളരെ സംശയത്തോടു കൂടി തന്നെ ഈ ഒരു വാർത്തയെ സമീപിച്ചത്. ഏതായാലും അറസ്റ്റ് ചെയ്തു എന്ന് അവകാശപ്പെടുന്ന വ്യാജ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചത്. അത് വിശ്വാസ് രമേശിനെ ഒരു കേസിലും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് അഹമ്മദാബാദ് സിറ്റി സെക്ടർ 2-ലെ അഡീഷണൽ പോലീസ് കമ്മീഷണർ ജയ്പാൽ സിംഗ് റാത്തോഡ് വ്യക്തമാക്കി. വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു. ജൂൺ 12 ഉച്ചയ്ക്കാണ് അഹമ്മദാബാദിലെ മേഘാനി നഗറിനടുത്തുള്ള ജനവാസ മേഖലയിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത്. അപകടത്തിൽ വിശ്വാസ് മാത്രമാണ് രക്ഷപ്പെട്ടത്. 11A സീറ്റിലിരുന്ന വിശ്വാസ് എമർജൻസി എക്സിറ്റ് വഴിയാണ് രക്ഷപ്പെട്ടത്. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 242 ആളുകളായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. അതിൽ 241 പേരും മരിച്ചു എന്നുള്ളതാണ്. അതായത് ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും ആ അപകടത്തിൽ മരണമടഞ്ഞു. 169 ഇന്ത്യക്കാർ, 53 ബ്രിട്ടീഷ് പൗരന്മാർ, 7 പോർച്ചുഗീസുകാർ, ഒരു കനേഡിയൻ പൗരൻ എന്നിവരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ഒരു മലയാളിയായ നേഴ്സ് കൂടി ആ വിമാനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞു. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് തകർന്നു വീണത്. വിമാനത്താവളത്തിന് സമീപത്തുള്ള BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം തകർന്നു വീഴുകയായിരുന്നു. 625 അടി ഉയരത്തിലെത്തിയ വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അപായ സന്ദേശം ലഭിച്ചിരുന്നു. മെയ്ഡേ 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 എന്ന് 3 തവണ, അതായത് ഹെൽപ്പ് മീ എന്നുള്ള അർത്ഥത്തിലാണ് ഇവർ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് മെയ്ഡേ എന്നുള്ളത്. അത് 3 തവണ അലാറം കേട്ടിരുന്നു. വിമാനം പറന്നു പൊങ്ങിയ ഉടൻ തന്നെ ഈ അലാറം കേട്ടിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇവർ സെർച്ച് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ വിമാനം തീഗോളമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സിഗ്നൽ ലഭിച്ചില്ല. പിന്നാലെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. വിമാനം ഒരു ഉഗ്ര സ്ഫോടന ശബ്ദത്തോടു കൂടിയാണ് പൊട്ടിത്തെറിച്ച്, അതായത് തീഗോളമായി മാറിയത്. അതിനുള്ളിലുണ്ടായിരുന്ന ഈ വിശ്വാസ് കുമാർ ഒഴികെ ബാക്കി എല്ലാവരും മരണമടഞ്ഞു എന്നുള്ളതാണ് അതിനെ ഏറ്റവും വലിയ ദുരന്തമായി കാണുന്നത്.
ഏതായാലും ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബ്ലാക്ക് ബോക്സ് അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ അതിൽ വ്യക്തത വരുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം ഒരു വിമാനം പറന്നുയരുന്നതിന് മുമ്പായി തന്നെ ആ വിമാനത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ചെക്ക് ചെയ്ത ശേഷമാണ് വിമാനം പറന്നുയരാൻ പോകുന്നത്. പക്ഷേ ഇതിനുള്ളിൽ ഇത് കയറിയ ഉടൻ തന്നെ, വിമാനം ഉയർന്ന ഉടൻ തന്നെ അതിലെന്തോ പ്രശ്നം വരികയും അവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുകയും സഹ പൈലറ്റുമൊക്കെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുകയുമൊക്കെ ചെയ്യേണ്ടി വന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഏതായാലും ഒരു രാജ്യം കണ്ട ഏറ്റവും രണ്ടാമത്തെ വലിയ വിമാന ദുരന്തമാണ്. വളരെയധികം വിഷമമുണ്ടാക്കിയ, ഒരുപാട് കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ഒരു വിമാന അപകടമായിരുന്നു ഇത്. ഇപ്പോഴും ഇതിൻ്റെ ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്നും ആരും മുക്തരായിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള ഒരു നേഴ്സ് ഉൾപ്പെടെ ഇതിനകത്ത് പൊലിഞ്ഞു. അവരുടെ മൃതദേഹം പോലും ലഭിച്ചിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് തങ്ങളുടെ അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും കഴിയാത്ത വിധത്തിൽ കത്തിക്കരഞ്ഞ് തിരിച്ചറിയാനാകാത്ത വിധം കത്തി അമർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിഷമമുണ്ടാക്കുന്നത്. ഏതായാലും തീഗോളമായി മാറിയ വിമാനത്തിന് മുന്നിലൂടെ കൂളായി നടന്നു വന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായ വിശ്വാസ് കുമാറിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്തയായിരുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിച്ചത്. ഒരു വീഡിയോ ക്ലിപ്പ് സഹിതമാണ് ഇത് പ്രചരിച്ചത്. രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ രക്ഷപ്പെട്ട ഏക വ്യക്തിയായിരുന്നു വിശ്വാസ് കുമാർ. എന്നാൽ വിശ്വാസ് കുമാർ അറസ്റ്റിലായ എന്ന വാദവുമായി സോഷ്യൽ മീഡിയയാണ് ഒരു പോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പോസ്റ്റ് വൈറലായതോടെ നിരവധി പേർ ഇത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു. നിരവധി കോണുകളിൽ നിന്ന് ആളുകളുടെ ചോദ്യമുയർന്നു. ഇയാൾക്ക് ഈ വിമാന അപകടത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ഇയാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്? എന്താണ് സംഭവിച്ചത്? അതുകൊണ്ട് തന്നെ വിശ്വാസ് കുമാർ രമേശിനെ അറസ്റ്റ് ചെയ്തത് എന്ത് കാരണത്താലാകുമെന്നുള്ള ചോദ്യങ്ങൾ 100 കോണുകളിൽ നിന്നും ഉയർന്നു. അപകടം നടന്ന 48 മണിക്കൂറിനുള്ളിൽ തന്നെ ബ്രിട്ടീഷ് പൗരനായ വിശ്വാസിനെ അറസ്റ്റ് ചെയ്തുവെന്നാണ് വീഡിയോയിൽ പറയുന്നത്. അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. അദ്ദേഹത്തെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി അടക്കം വന്ന് അദ്ദേഹത്തെ കാണുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊരു വ്യാജ വാർത്തയായിരുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ തടങ്കിൽ വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്തു എന്ന് അവകാശപ്പെടുന്ന വ്യാജ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. വിശ്വാസ് രമേശിനെ ഒരു കേസിലും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് അഹമ്മദാബാദ് സിറ്റി സെക്ടർ 2 അഡീഷണൽ പോലീസ് കമ്മീഷണർ ജയ്പാൽ സിംഗ് റാത്തോഡ് വ്യക്തമാക്കി. വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ്. ഏതായാലും ജൂൺ 12 ഉച്ചയ്ക്ക് ആണ് അഹമ്മദാബാദിലെ മേഘാനി നഗറിനടുത്തുള്ള ജനവാസ മേഖലയിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത്. ഇപ്പോൾ ഏകദേശം 10 ദിവസത്തോളം ആകുന്നതേ ഉള്ളൂ. അപകടത്തിൽ വിശ്വാസ് കുമാർ മാത്രമാണ് രക്ഷപ്പെട്ടത്. 11A സീറ്റിലിരുന്ന വിശ്വാസ് എമർജൻസി എക്സിറ്റ് വഴിയാണ് രക്ഷപ്പെട്ടത്. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 242 ആളുകളുണ്ടായിരുന്നു. അതിൽ 241 പേരും മരണമടഞ്ഞു. അതൊരു വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. 169 ഇന്ത്യക്കാരൊപ്പം 53 ബ്രിട്ടീഷ് പൗരന്മാർ. ഈ 169 ഇന്ത്യക്കാരിൽ ഒരു മലയാളി കൂടി ഉൾപ്പെടുന്നു. ഒരു രഞ്ജിത എന്ന് പറഞ്ഞൊരു നേഴ്സ് കൂടി അതിൽ ഉൾപ്പെടുന്നു. 7 പോർച്ചുഗീസുകാർ, ഒരു കനേഡിയൻ പൗരൻ എന്നിവരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് ഇത്തരത്തിൽ തകർന്നു വീണത്. വിമാനത്താവളത്തിന് സമീപമുള്ള BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത്. നമ്മുടെ നടനായിട്ടുള്ള ബാലയുടെ മുൻ ഭാര്യ എലിസബത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അവിടെയാണ് ഇത്തരത്തിൽ ഈ വിമാനം ചെന്ന് പതിച്ചത്. വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അപായ സന്ദേശം ലഭിച്ചിരുന്നു. വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സിഗ്നൽ ലഭിച്ചില്ല. പിന്നാലെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.